ബിഗ് ബോസ് വിജയി ആയതിലൂടെ ഏറ്റവും പ്രശസ്തി നേടിയതും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ മുന്നേറിയുമായ ഒരാളാണ് അഖിൽ മാരാർ ആണെന്ന് പറയാം. വലിയൊരു ആരാധകവൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു എന്നത് മാത്രമല്ല, സാമ്പത്തികമായും വലിയ നിലയിലെത്താൻ അഖിൽ മാരാർക്കായി. സ്വന്തം ഫ്ലാറ്റും ആഡംബര വാഹനങ്ങളും സലൂണും ഒക്കെയുള്ളതായി ബിഗ് ബോസിന് ശേഷം അഖിൽ മാരാരുടെ ജീവിതം മാറി. ബിഗ് ബോസ് 5ാം സീസൺ വിജയായിരുന്നു മാരാർ. ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ബിഗ് ബോസിലേക്ക് പോകുന്നവരോട് അഖിൽമാരാരൊക്കെ പറയാനുള്ളത് ഇത് മാത്രമാണ്. അഖിൽമാരാരുടെ വാക്കുകൾ: ഇക്കുറി ബിഗ് ബോസ് ഗംഭീരമാകും. കഴിഞ്ഞ ദിവസം തന്നെ ലാലേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു, പ്രൊമോ തീയാണെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ ഓൾ ഇന്ത്യൻ ഹെഡായ കിഷൻ സാറും മെസ്സേജ് അയച്ചിരുന്നു, ഇത്തവണത്തെ സീസൺ ഗംഭീരമാകട്ടെ എന്ന് പറഞ്ഞു. തീർച്ചയായും ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യും എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി അയച്ചു. ഇത്തവണ നല്ല സീസൺ ആകുമെന്നാണ് പ്രതീക്ഷ. ബിഗ് സീസൺ എത്രത്തോളം മാറുന്നു, ബിഗ് ബോസ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായി മാറുന്നു, അപ്പോൾ മാത്രമേ അതിലുള്ളവർക്കും വിലയുള്ളൂ. ഇത് മോശമായാൽ നമുക്കത് മോശമാകും. സിനിമ എന്നുള്ള മേഖല മോശമാണെങ്കിൽ ലാലേട്ടനും മമ്മൂട്ടിക്കും വിലയില്ല. ക്രിക്കറ്റ് മോശമാണെങ്കിൽ സച്ചിനും വിലയില്ല. രാഷ്ട്രീയം മോശമാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കും വിലയില്ല. മേഖല മഹത്തരമാകുമ്പോൾ മാത്രമാണ് ആ മേഖല പ്രവർത്തിക്കുന്നവർക്ക് മഹത്തരമുണ്ടാകൂ. അതുകൊണ്ട് ബിഗ് ബോസ് ഏറ്റവും നല്ലതായി മാറുമ്പോഴേ നമുക്കും സന്തോഷമുള്ളൂ. അല്ലാതെ വളരെ കുറച്ച് കൂറക്കളി കളിച്ച് എന്ത് തെമ്മാടിത്തരവും കൂറത്തരങ്ങളും കാണിച്ചു എന്നാൽ കയറി ചെന്നാല പ്ലാറ്റ്ഫോമല്ല ബിഗ് ബോസ്. കേരളത്തിൽ ഒരു പ്രതിഫലമാണ് ബിഗ് ബോസ്. 18 പേരുന്ന 18 തരം സ്വഭാവപ്പെട്ടവരാണ്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ബിഗ് ബോസിലേക്ക് പുതുതായി പോകുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ ഷോ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്നതാണ്. വലിയൊരു ജനസമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ് അവർക്ക് കൊടുക്കണം. അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നിങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ പലതുമുണ്ട്. എന്ത് കോമാളിത്തരവും കാണിച്ച് റീച്ച് ഉണ്ടാക്കാനല്ല അവിടെ നമ്മൾ ശ്രമിക്കേണ്ടത്. അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. എല്ലാത്തരം കഴിവുകളും അവിടെ വേണം. കലാപരമായ കഴിവ് വേണം, കായികപരമായ കഴിവുകൾ വേണം, സംസാരിക്കാനുള്ള കഴിവ് വേണം, ചിന്തിക്കാനുള്ള കഴിവ് വേണം, മാനസികമായി പിടിച്ചു നിൽക്കാനുള്ള ശേഷി വേണം. അങ്ങനെ പല കാര്യങ്ങൾ ഒത്തിണങ്ങണം. അതെല്ലാം യൂസ് ചെയ്ത് ജയിക്കുക എന്നാണ് ബിഗ് ബോസിൽ പോകുന്നവരോട് പറയാനുള്ളത്.